ജീവിതത്തിലെ ടെൻഷനുകൾ, ആകുലതകൾ ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടാകില്ല. പരീക്ഷ വരുമ്പോൾ ടെൻഷൻ ഉണ്ടാകും. വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആകുലതകളാകും. അല്ലെങ്കിൽ കറി വയ്ക്കുമ്പോഴേക്കും നമുക്ക് ആകുലതകളുണ്ട്, ഉപ്പ് ശരിയാവും എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മക്കളെക്കുറിച്ചുള്ള ടെൻഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷനുകൾ നമുക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാകാം, ഈ ആകുലതകളും ടെൻഷനുകളും വരുമ്പോൾ നമ്മൾ ഈ ടെൻഷൻ അടിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതം കുറയ്ക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം പറഞ്ഞത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക. ഈ വചനം നമ്മുടെ കൂടെ ഉണ്ടാകില്ല. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവാനെന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് എന്തോരം കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ മുന്നോട്ട് പോയില്ലേ? കർത്താവ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ ഇടപെട്ട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഴി നടത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകേണ്ടത്. അതുപോലെ തന്നെ ഈ വചനത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് 14-ാം വാക്യം എന്നുള്ളതാണ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. 14-ാമത്തെ വാക്യം, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ. യേശുനാമത്തിൽ. നമ്മൾ യേശുനാമമാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ചിന്തിക്കണം. നമ്മൾ മനുഷ്യരുടെ അരികിലേക്ക് ഇങ്ങനെ ഓടി നടക്കുക, മനുഷ്യരുടെ അടുത്ത് പോയി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ അയൽവക്കക്കാരടുത്ത് അല്ലെങ്കിൽ കൂട്ടുകാരടുത്ത് അതൊക്കെ ആശ്വാസം കിട്ടുന്നുള്ള. എന്നാ ഏതെങ്കിലുമൊക്കെ ഒരു വാതിൽ തുറക്കണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ വരണം. ആ കർത്താവ് നമുക്ക് ആശ്വാസം നൽകും. നമ്മൾ മനുഷ്യരുടെ നാമമല്ല, ദൈവത്തിൻ്റെ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കണം. ആ സമയത്ത് ഏത് പ്രതിസന്ധിയും ഏത് വേദനയിൽ വരുമ്പോൾ നീ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. യേശുവേ എന്നൊരു നാമം. നമ്മൾ വീഴാൻ പോകുന്ന സമയത്ത് അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന വാക്കാണ് അമ്മയെന്ന്. അതുപോലെ തന്നെ നീ വീഴാൻ പോകുമ്പോൾ യേശുവേ എന്നൊന്ന് വിളിക്കാൻ, യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് കരയുന്ന വ്യക്തിയായിട്ട് മാറാൻ നമുക്ക് സാധിക്കട്ടെ. അടഞ്ഞ വാതിലുകളെ നോക്കി കരയുന്നവരാകാനല്ല, തുറന്നു കിടക്കുന്ന സക്രാരിയെ നോക്കി, സക്രാരിയുള്ളിലിരിക്കുന്ന തുറന്ന വാതിലായ കർത്താവിനെ നോക്കി കരയാൻ മനസ്സുണ്ടാകും. നമ്മളതൊരു കാര്യം ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയും, ഏത് വേദനയിലും, ഏത് സഹനത്തിലും ദിവ്യകാലത്തിനും ഇരുന്ന് കരയുക. ആ ദിവ്യകാരുണ്യനാഥൻ ആശ്വാസത്തിലും. കരയുമ്പോൾ മറ്റൊന്നും പറഞ്ഞുകൊണ്ടല്ല, യേശുനാമത്തിൽ കരയണം. യേശുവേ എന്ന് വിളിച്ച് കരയണം. വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും യേശുവേ 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 എന്നിങ്ങനെ ഉള്ളിൽ ഉരുവിട്ട് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഏത് വാതിലുകളും, തുറക്കാത്ത വാതിലുകൾ, അടഞ്ഞ വഴികൾ, അല്ലെങ്കിൽ അടഞ്ഞ നിന്റെ പാസ്പോർട്ടുകൾ, അല്ലെങ്കിൽ അടഞ്ഞ നിന്റെ ജോലികൾ, ആ യേശുനാമം നിനക്ക് തുറന്നു തരും. പ്രാർത്ഥിക്കും.